നമസ്കാരം. ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ കുറുവ സംഘമെന്ന് സംശയിക്കുന്ന പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തിയത് ഇന്നലെ കുണ്ടന്നൂരിൽ പിടിയിലായ സംഘമെന്ന് പോലീസ്. പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അതേസമയം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി പിടിയിലായവരുടെ കുടുംബം എത്തിയിരിക്കുകയാണ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായവരുടെ കുടുംബമാണ് പിഞ്ചുകുഞ്ഞുങ്ങളുമായി സ്റ്റേഷന് മുന്നിലെത്തിയത്. സന്തോഷ് സെൽവനും മണികണ്ഠനും നിരപരാധികളാണെന്നാണ് കുടുംബം പറയുന്നത്. മോഷണം നടന്നു എന്ന് പറയുന്ന സമയം തങ്ങൾക്കൊപ്പമായിരുന്നു ഇവരുണ്ടായിരുന്നതെന്ന് പോലീസിനോട് ഇവർ പറയുന്നു. തമിഴ്നാട് തേനി സ്വദേശികളാണ്. കേരളത്തിൽ കുപ്പിപ്പാട്ട വിറ്റാണ് ജീവിക്കുന്നത്. പോലീസ് പിടിച്ച ഉടനെ ഉപദ്രവിക്കുകയാണെന്നതിനാലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. നേരത്തെ തമിഴ്നാട് ജയിലിലായിരുന്നു. ഇറങ്ങിയിട്ട് 3 മാസമായി. കല്യാണം കഴിച്ച ശേഷം തെറ്റ് ചെയ്തിട്ടില്ല. കുപ്പി വിൽക്കുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടുപോയതാണെന്നും കുടുംബം പറയുന്നു. ഇന്നലെ രാത്രി അതിസാഹസികമായിട്ടാണ് സന്തോഷിനെ പിടികൂടിയത്. മണ്ണഞ്ചേരിയിലെത്തി കവർച്ച നടത്തിയത് സന്തോഷ് ആയിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോലീസ് വിലങ്ങണിയിച്ചിട്ടും പ്രതി വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാവട്ടെ ടെന്റുകളിലുണ്ടായിരുന്ന സ്ത്രീകളും. ഇവർ അക്രമാസക്തരായി പോലീസ് ജീപ്പ് വളഞ്ഞതോടെയാണ് സന്തോഷ് ജീപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. എന്നാൽ പോലീസും അഗ്നിരക്ഷാസേനയും കായലും കരയും അരിച്ചുപെറുക്കി നടത്തിയ 4.5 മണിക്കൂർ തിരച്ചിലിനൊടുവിൽ പ്രതിയെ അതിസാഹസികമായി പിടികൂടി. മോഷണം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവൻ. ആലപ്പുഴയിൽ കുറുവ സംഘം നടത്തുന്ന മോഷണത്തിൽ സന്തോഷമുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്.